ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ എവിടം വരെയാണ് പഠിച്ചത്? റിസ്ക് ഡെവലപ്മെൻറ്റ് ഫോർ വാപ്പ്. എന്താണ്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ റിസ്ക് ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡിൻ്റെ റിസ്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഈ ഒരു ടേബിള് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇന്നത്തെ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് മാക്സിമം പോയി ഒരു 10 to 15 minutes ആണ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം ഞാൻ എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്സ് മാത്രമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിമ്പിൾ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് കുറേ അധികം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ the maximum score that can be obtained is 12 and score is less than 6 is diagnostic of VAP, ventilator associated infection. അത് വേണമെങ്കിൽ MCQ ആയിട്ട് ചോദിക്കാം. പിന്നെയാണ് മൈക്രോബയോളജിക്കൽ ക്രൈറ്റീരിയ, അതായത് നമ്മളെ ഓർഗാനിസം മൈക്രോബയോളജി ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുമ്പോൾ എന്താ ഓർഗാൻസ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാം സ്റ്റെയിനിങ് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മൈക്രോബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോർഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാം സ്റ്റെയിൻ ഷുഡ് ബി പെർഫോംഡ് ഫ്രം ദ മ്യൂക്കോപുറലൻ പാർട്ട്. ഓക്കെ, എവിടെ നിന്നാണ്? മ്യൂക്കോപുറലൻ പാർട്ട്, മ്യൂക്കസ് ഒക്കെ ഉള്ള. ഓക്കെ, the diagnosis of VAP is likely if gram staining demonstrate higher number of bacteria. Okay, intracellular bacteria or presence of fibrin strand, a negative gram stain result suggests that VAP is unlikely. അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ മ്യൂക്കോപുറലൻ, അതായത് മ്യൂക്കസ് ഒക്കെ വഴി നമ്മൾ ഈ ഒരു ഇത് കൾച്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി കൾച്ചർ. ആൻഡ് വാട്ട് ഈസ് കൾച്ചർ? കൾച്ചർ മീൻസ് വാട്ട്? കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരു ബാക്ടീരിയ, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വഴിയാണ് ആ ഒരു എന്ത് വഴിയാണെങ്കിൽ ഇതൊരു ഓർഗാനിസം വഴിയാണ് നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൾച്ചർ. അപ്പം നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ സെമി ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്താ? ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചറിൽ കൺസിഡർ സിഗ്നിഫിക്കൻറ്റ് ഇഫ് കോളനി കൗണ്ട് എക്സീഡ് more than 10 raised to colony forming unit per ml for endotracheal aspirate and more than 10 raised to 4 CFU per ml for BAL and more than 10 raised to 3 ml for PSP. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് തരാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ സെമി ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ, അതായത് മോഡറേറ്റ് ടു heavy growth is a suggestive of colony count of more than 10 raised to 5 colony forming unit per ml. അപ്പോൾ ഞാനിത് ജസ്റ്റ് വായിച്ചു വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് ലൈക്ക് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇതാണ്. പക്ഷെ നമുക്ക് സബ്ജക്റ്റ് വരുന്ന ഇൻഫെക്ഷൻ കൺട്രോളും മൈക്രോബയോളജിയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ, ഉറപ്പായിട്ട് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ എടുക്കണം, കാരണം അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്തതാണ് റേഡിയോളജിക്കൽ ക്രൈറ്റീരിയ. അപ്പോൾ റേഡിയോളജിക്കൽ ക്രൈറ്റീരിയ എന്താണ്? CT സ്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയുവാണെങ്കിൽ സ്യൂഡോമോണസ് എന്ന് പറയുന്ന കീ പ്ലെയർ ആണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആരാന്നറിയോ? സ്യൂഡോമോണസ്. ഇതൊരു MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരാണ്? സ്യൂഡോമോണസ് ആണ് കീ പ്ലെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. സ്യൂഡോമോണസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നമുക്കറിയാം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ are defined an infection that develop at the surgical site within 30 days of surgery or within 90 days for some surgeries such as breast, cardiac and joint surgeries including implants. ഇത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു പേരിൽ നിന്ന് തന്നെയുണ്ട് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇത് യൂഷ്വലി എപ്പോഴാണ്? വിത്തിൻ 30 days of surgery ഓർ പിന്നെന്താ ഓർ വിത്തിൻ 90 days. ഏതൊക്കെയാണ്? ബ്രസ്റ്റ്, കാർഡിയാക് ആൻഡ് ജോയിന്റ് സർജറി ഇൻക്ലൂഡിങ് ഇംപ്ലാന്റ്സ്. ഓക്കെ, ഇനിയുള്ളതെന്ന് പറയുമ്പോൾ വിച്ച് ക്യാൻ കോസ് മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് കണ്ടീഷൻ കോസ് ചെയ്യുന്നൊരു എന്താ പറയുന്നത്, ആ ഒരു സ്റ്റേജാണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എക്കണോമിക് ബേർഡൻ. നമുക്കറിയാം വെന്റിലേറ്റർ എത്രമാത്രം എക്സ്പെൻസീവ് ആണ്. നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ നമ്മൾ വെന്റിലേറ്റർ കിടന്നു
ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ. വെന്റിലേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സർജറി സൈറ്റ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞു, ചിലപ്പോൾ ആൾ വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കാം, സർജറിയും കഴിഞ്ഞു, അതിൻ്റെ കൂടെ ആൾക്ക് ഇൻഫെക്ഷനോടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു പാടായിരിക്കും അല്ലേ. ഇൻ ഇന്ത്യ സെവറൽ സ്റ്റഡീസ് റിപ്പോർട്ടഡ് SSI റേറ്റ് റേഞ്ചിങ് ഫ്രം 4 to 11 പെർ 100 സർജറി. ഒരു 100 സർജറി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 അല്ലെങ്കിൽ ഒരു 4 തൊട്ട് 11 പേർക്ക് എന്താണ് ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് എൻഡോജീനിയസ് എക്സോജീനിയസ് സോഴ്സ് ഉണ്ട്. അതാണ് ഇത് ജസ്റ്റ് നോക്കി. എൻഡോജീനിയസ് സോഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ തന്നെ ഫ്ലോറ, അതായത് നമ്മുടെ സ്കിന്നില്ലേ സ്റ്റഫൈലോകോക്കസ് ഓറസ് ദ മോസ്റ്റ് കോമൺ ഓർഗാനിസം കോസിങ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ. പിന്നെ മ്യൂക്കോസ എക്സോജീനിയസ് വേറെ പുറത്തുനിന്ന് എവിടെയെങ്കിലും കോണ്ടാക്ട്. പിന്നെ സർജിക്കൽ പ്രൊസീജിയർ അതാണ് ഇനോക്കുലം ഓഫ് ബാക്ടീരിയ എന്ന് വായിച്ചു നോക്കാം. പിന്നെ വിറുലൻസ്. പിന്നെ പാത്തോജനസിസ് എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റിസ്ക് ഫാക്ടർ ഓഫ് ഡെവലപ്മെൻറ്റ് SSI. ഈ റിസ്ക് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ്. അപ്പോൾ പേഷ്യൻ്റ് റിലേറ്റഡും ഉണ്ട്, പ്രൊസീജിയർ റിലേറ്റഡ് ഉണ്ട്, ഓർഗാനിസം റിലേറ്റഡ് ഉണ്ട്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഫസ്റ്റ് എന്താണ് പേഷ്യൻ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് 16 ഇയേഴ്സ് ആയിട്ടുള്ള ഏജിന് മേളിലുള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാൽന്യൂട്രീഷൻ, ഓക്കെ, പിന്നെ ഡയബറ്റിക്സ്, ഇമ്മ്യൂണോ സപ്രഷൻ, സ്കിൻ കോളനൈസേഷൻ അറ്റ് ദ ടൈം ഓഫ് സർജറി, ഡ്യൂറേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ, സ്മോക്കിംഗ്, ഒബീസിറ്റി, പിന്നെ ഹയർ വൗണ്ട് ക്ലാസ്. പിന്നെ നമുക്ക് അറിയാം പ്രൊസീജിയർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ കെയർ ഗീവർ റിലേറ്റഡ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. എന്താണ് അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്യാതെ, അതായത് പ്രൊസീജിയർ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള സർജിക്കൽ സ്ക്രബ്, ഇന്നഡിക്വേറ്റ് സ്കിൻ ആൻറ്റിസെപ്റ്റ്സ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതാണത്. പിന്നെ ഓർഗാനിസം റിലേറ്റഡ് ഇനോക്കുലം ഓഫ് സൈസ്, എക്സാമ്പിൾ ബൗവൽ സർജറി, ബാക്ടീരിയ വിറുലൻസ്, പിന്നെ എബിലിറ്റി ടു ഫോം ബയോഫിലിം, പിന്നെ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് പ്രസൻസ് ഓഫ് ബ്ലഡ് ക്ലോട്ട്, ഫ്യൂച്ചർ മെറ്റീരിയൽ, ഫോറിൻ ബോഡീസ് അറ്റ് സർജിക്കൽ സൈറ്റ്, കണ്ടാമിനേറ്റഡ് മെഡിക്കേഷൻസ് അതൊക്കെയാണ്. ഇനി വരുന്നതാണ് വൗണ്ട് ക്ലാസ് ടൈപ്പ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. ഏതൊക്കെയുണ്ടെന്ന് അറിയാം, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, അതുപോലെ ക്ലാസ് 4 ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് wound, there are how much types? It is 4 types. First one it is clean wound, second one is clean contaminated wound, third one is contaminated wound, and fourth one it is dirty infected wound. ഓക്കെ, ഇതോടെ നമ്മൾ തീരും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ ക്ലീൻ വൗണ്ട് നോക്കാം. It is an uninfected operative wound in which no inflammation is encountered. അതായത് ക്ലീൻ വൗണ്ടാണ്, പ്രത്യേകിച്ച് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്താണ് ഇത് അത്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല, അതാണ് ക്ലീൻ വൗണ്ട്. ഇനി clean contaminated wound, it is an operative wound in which hollow viscous such as respiratory, alimentary, genital or urinary tract are entered under controlled condition and without unusual contamination. Surgeries include in this categories involve biliary tract, appendix, vagina and oropharynx provided into no evidence of infection or major breach in this technique. SSI rate is about 3 to 11% in clean contaminated one. അതായത് ക്ലീൻ കണ്ടാമിനേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇതിൻ്റെ എക്സാമ്പിൾ ആണ് സിസ്റ്റോസ്കോപ്പി, ഹിസ്ട്രോസ്കോപ്പി അതൊക്കെ ചെയ്യില്ലേ. ഇത് മെയിനായിട്ടും എന്താ പറയുന്നത് ഒരു ഓപ്പറേറ്റീവ് വൗണ്ടാണ്. അപ്പോൾ അത് എന്താ പറയുക, മറ്റത് ക്ലീൻ ആണ്, ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല, ഇവിടെ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഓക്കെ, ഈ കണ്ടാമിനേറ്റഡ് വൗണ്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടെ കണ്ടാമിനേറ്റഡ് ആയി. മറ്റതിൽ കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഇൻഫെക്ഷനിലേക്ക് ആവുന്നില്ല. ഇവിടെ എന്താണ് കണ്ടാമിനേറ്റഡ് ആയി, അത്രേ ഉള്ളൂ. ഈ ഡേർട്ടി ഇൻഫെക്റ്റഡ് വൗണ്ട്, അതായത് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒത്തിരി നാൾ ഉള്ള വൗണ്ട്, അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി. അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾഡ് ട്രോമാറ്റിക് വൗണ്ട്സ് വിത്ത് റിറ്റെയിൻഡ് ഡീവൈറ്റലൈസ്ഡ് ടിഷ്യൂ, ഇതൊക്കെയാണുള്ളത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസിസ് ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സൂപ്പർഫിഷ്യൽ SSI, സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് എവിടെയാണ്, അതായത് ഡെവലപ്സ് അറ്റ് ദ ലെവൽ ഓഫ് സൂപ്പർഫിഷ്യൽ, അതായത് സ്കിൻ. പിന്നെ ഡീപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ഇൻസെഷൻ സൈറ്റ്സ്, മസിൽസ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, നമ്മൾ ടൈപ്സ് ഓഫ് വൗണ്ട് നോക്കി.
ഇനി ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സൂപ്പർഫിഷ്യൽ, അതായത് സ്കിന്നിൻ്റെ പുറമേ കാണുന്നത്. ഡീപ്പ് എന്ന് പറയുമ്പോൾ മസിൽസ് വരും. ഓർഗൻ എന്ന് പറയുമ്പോൾ ഓർഗണിലേക്ക് വരും. അത്രേ ഉള്ളൂ. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു പറയുന്നത്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ തടയുക. അത് നമുക്ക് തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ എന്തായാലും എഴുതും അല്ലേ? അതായത് അസെപ്റ്റിക് ടെക്നിക്ക്, സർജിക്കൽ സ്ക്രബ്, ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സർജിക്കൽ ഏരിയ എന്ന് പറയുന്നത് സ്റ്റെറിലൈസ്ഡ് ആവണം. അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ചെയ്ത് വെക്കണം. അതുപോലെ കംപ്ലീറ്റ് ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്താണ്, സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ സർജറി കഴിയുമ്പോൾ ആ ഒരു സർജിക്കൽ ആ ഒരു സൈറ്റ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതൊക്കെ അറിയാവുന്നതാണ് അല്ലേ? ഇതാണ് പ്രിവെൻഷൻ. കുറേ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. പിന്നെ സെഫാസോളിനോൾ, സെഫ്ട്രോസോമൈ ആർ യൂഷ്വലി പ്രിവെൻറ്റ്. അതായത് 3 ടൈപ്പ് ഉണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് മെഷർ ഉണ്ട്, അതായത് സർജറിക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യാം. ഓക്കെ. അതായത് സർജറിയുടെ സമയത്ത് നമ്മൾ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ആണ് സെഫാസോളിനൊക്കെ. പിന്നെ സർജിക്കൽ ഹാൻഡ് ഡിസിൻഫെക്ഷൻ, അതുപോലെ തന്നെ സർജിക്കൽ സൈറ്റ് പ്രിപ്പറേഷൻ, പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വോണ്ട് ഡ്രസ്സിങ്, OT ഡിസിൻഫെക്ഷൻ ഞാൻ പറഞ്ഞ അതെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർ ബണ്ടിൽ. കെയർ ബണ്ടിൽ നമ്മൾ നഴ്സസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കെയർ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ കെയർ ബണ്ടിൽ കംപ്രൈസസ് ഓഫ് 3 to 5 എവിഡൻസ് ബേസ്ഡ് എലമെൻറ്റ്സ് വിത്ത് സ്ട്രോങ് ക്ലിനീഷ്യൻ agreement. Each of component must be followed during insertion of maintenance of device. Compliance to care bundle is calculated as all or none way, that is failure of compliance to any of component leads to non-compliance of whole bundle. അതായത് കെയർ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രേ ഉള്ളൂ. കെയർ ബണ്ടിൽ ഫോർ യൂറിനറി കത്തീറ്റർ. നമ്മൾ ഓരോരോ ഡിവൈസ് ഇല്ലേ, ഓരോരോ ഡിവൈസ് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ IV സെൻട്രൽ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വെന്റിലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കെയർ ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസേർഷൻ ബണ്ടിൽ, കത്തീറ്റർ ഷുഡ് ബി ഇൻസേർട്ടഡ് ഓൺലി വെൻ അപ്രോപ്രിയേറ്റ് ഇൻഡിക്കേഷൻ ഇസ് പ്രസൻറ്റ്. അതായത് അക്യൂട്ട് ആയിട്ടുള്ള ഒരു യൂറിനറി റിട്ടൻഷൻ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് മാത്രമാണ് നമ്മൾ ഈ ഒരു കത്തീറ്റർ കൊടുക്കാവുള്ളൂ. കാരണം ഒട്ടും പറ്റാതെ വരുമ്പോൾ. ഓക്കെ. ഇനി only sterile items are used for insertion of catheter. sterile items മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ലോസ്ഡ് ഡ്രെയിനേജ് യൂസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, ഈസിയാണ്. ഓക്കെ. പിന്നെ കെയർ ബണ്ടിൽ ഫോർ സെൻട്രൽ മെയിൻ്റെനൻസ് ബണ്ടിൽ അതവിടെ ഉണ്ട്. അതായത് സൈറ്റ് ഓഫ് ഇൻസേർഷൻ ഏതൊക്കെയാണ്? സബ് ക്ലാവിയൻ പ്രിഫേർഡ്. ഫെമോറലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സെൻട്രൽ ലൈൻ കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്? ഫെമോറൽ ആണ്. ഓക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് സബ് ക്ലാവിയൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ്റെനൻസ് ബണ്ടിൽ. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് മെക്കാനിക്കൽ ബണ്ടിൽ, മെക്കാനിക്കൽ വെന്റിലേറ്റർ, അത് നമുക്ക് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം, ഹാൻഡ് റബ്ബ് ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ പോസ് ചെയ്ത് വെക്കാം, നിങ്ങൾ ഫസ്റ്റ് ഇത് വായിച്ചു നോക്കുക. പിന്നെ ഇത് അതുപോലെ തന്നെ ഇത് പോസ് ചെയ്ത് വെച്ച് ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഏതാണ് നമ്മൾ മേജർ ടൈപ്സ് ഓഫ് HA ഏതൊക്കെയാണ്? ക്ലബ് C, കത്തീഡ്രൽ അസോസിയേറ്റഡ് കഴിഞ്ഞു. നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? കത്തീഡ്രൽ അസോസിയേറ്റഡ് നോക്കി, കത്തീറ്റർ മറ്റേ സെൻട്രൽ ലൈൻ നോക്കി, വെന്റിലേറ്റർ നോക്കി, സർജിക്കൽ സൈറ്റ് നോക്കി. ഇതൊക്കെ ഈസിയാണ്. അതുകൊണ്ട് ഓവറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിച്ചിട്ടില്ല, കാരണം ഇതൊക്കെ അറിയാവുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം. ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കെയർ ബണ്ടിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും, ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് ബേസിക് അറിയാവുന്ന ഒരാൾക്ക് എന്തായാലും ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.